ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡം അധ്യായം 15. നന്ദൻ്റെയും യശോദയുടെയും പൂർവജന്മചരിതം, കുട്ടികളുടെ നാമകരണം, രാധാകൃഷ്ണ ബന്ധം, അതൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ശ്രീ നാരദ മഹർഷി ആ ബഹുലാശ്വ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഗർഗഭാഗവതാണ് നമ്മൾ കേൾക്കണത്. ഒരു ദിവസം ശ്യാമവർണ്ണനും സുന്ദരനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ രത്നങ്ങൾ പതിച്ച തൊട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ഭഗവാന്റെ മുഖത്ത് ഭക്തരുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന മായ നിറഞ്ഞ ആ തൂമന്ദഹാസം ഉണ്ടായിരുന്നു. ദൃഷ്ടിദോഷം വരാതിരിക്കാൻ നെറ്റിയിൽ കൺമഷിയുടെ പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണുകളിലും കൺമഷി തേച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഓമനയെ യശോദാമ്മ മടിയിലെടുത്തു. അപ്പോൾ ഭഗവാൻ സ്വന്തം പ്രഭാവം പ്രദർശിപ്പിച്ചിരുന്നു എന്നാണ് പറയണത്. നീലവും നൂതനവും കോമളവും ഇളകുന്നതുമായ തലമുടിയാൽ ഭഗവാന്റെ അംഗകാന്തി അതീവ സുന്ദരമായിരുന്നു. വക്ഷസ്ഥലത്തിലെ ശ്രീവത്സ ചിഹ്നവും പുലിനഖവും അർദ്ധചന്ദ്രാകാരത്തിലുള്ള പതക്കവും ഒക്കെ ഇങ്ങനെ ശോഭിക്കുന്നുണ്ടായിരുന്നു. അപാരദയുള്ള യശോദ സ്വന്തം ഓമനയെ താലോലിച്ചുകൊണ്ട് അത്യധികം ആനന്ദം അനുഭവിച്ചു പോന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പാൽ കുടിക്കുന്നതിനിടയിൽ കോട്ടുവായിടാൻ തുടങ്ങി. അപ്പോൾ യശോദാമ്മ പെട്ടെന്ന് ശ്രീകൃഷ്ണൻ്റെ വായിൽ പഞ്ചതത്വത്തോടെയുള്ള ഈ പ്രപഞ്ചം മുഴുവനും കണ്ടു. യശോദാമ്മ പരിഭ്രമിച്ച് കണ്ണുകളടച്ചു. പരിപൂർണ തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവശ്രേഷ്ഠനാണല്ലേ. ഭഗവാന്റെ മാത്രം മായയാലാണ് സകല ലോകങ്ങളും സ്ഥിതി ചെയ്യണത്. ആ മായയാൽ യശോദാമ്മയ്ക്ക് വാത്സല്യപൂർണമായ ദയാഭാവം ആവിർഭവിച്ചു. നന്ദറാണിയുടെ തപസ്സിനെ എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് ഭാഗവതം ചോദിക്കുകയാണ്. അപ്പോൾ ബഹുലാശ്വം മഹാരാജാവ് ചോദിക്കുകയാണ് നാരദ മഹർഷിയോട്, നന്ദൻ യശോദയോടൊപ്പം ഏത് തരത്തിലുള്ള തപസ് ചെയ്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അവർക്ക് പുത്രരൂപത്തിൽ കിട്ടിയത് എന്ന്. ആ കഥ പറയുകയാണ്. പിന്നെ 8 വസുക്കളിൽ ശ്രേഷ്ഠനായിരുന്ന വസുവായിരുന്നു ദ്രോണൻ. ദ്രോണൻ്റെ ഭാര്യയുടെ പേരായിരുന്നു ധര. രാജൻ ഇവർക്ക് സന്താനങ്ങളുണ്ടായിരുന്നില്ല എന്ന് നാരദ മഹർഷി ആ രാജാവിനോട് പറയുകയാണ്. അവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തന്മാരും ആയിരുന്നു. കൂട്ടത്തിൽ ദേവരാജ്യം ഭരിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം അവർ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് മന്ദരാചലത്തിൽ ചെന്ന് ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് തപസ് ആരംഭിച്ചു. ആദ്യം ഫലമൂലാദികൾ ഭക്ഷിച്ചു. പിന്നീട് ഉണങ്ങിയ ഇലകളും അത് കഴിഞ്ഞ് വെള്ളവും മാത്രം ഭക്ഷിച്ചു. പിന്നീട് ജലവും ഉപേക്ഷിച്ചു. ഇങ്ങനെ 10 കോടി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ബ്രഹ്മാവ് അവരിൽ പ്രസാദിച്ചു. അവരോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുവാൻ പറയുകയും ചെയ്തു. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളുടെ പുത്രനായി തീരണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. തങ്ങൾക്ക് ഭഗവാനോട് എല്ലായ്പ്പോഴും പ്രേമഭക്തി ഉണ്ടാകണം. അതുപോലെ ഏതൊരു ഭക്തി കൊണ്ടാണോ ഈ ഭവസാഗരത്തെ, അതായത് ജനന മരണ നിബിഡമായ ഈ പ്രപഞ്ചത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നത്, ആ വരമാണ് തങ്ങൾക്ക് വേണ്ടത് എന്നാണ് അവരാവശ്യപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ആവശ്യപ്പെട്ട വരം വളരെ ദുർലഭവും ദുർഘടവുമാണ്. എങ്കിലും അടുത്ത ജന്മത്തിൽ ഈ വരം സഫലമാകും എന്ന് അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മദേവൻ പോയി. അതേ ദ്രോണനാണ് നന്ദൻ. ധരയാണ് യശോദയായിട്ട് ജനിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് പിതാവിൻ്റെ വീട്ടിൽ നിന്ന് വ്രജത്തിലേക്ക് വന്നത്. അമൃതത്തേക്കാൾ മാധുര്യമേറിയ ഈ ശ്രീകൃഷ്ണ ചരിതം താൻ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ വെച്ച് നാരായണനിൽ നിന്ന് കേട്ടതാണ് എന്ന് നാരദ മഹർഷിയുടെ പറഞ്ഞു തരുന്നു. നരനാരായണന്മാരുടെ കൃപയാൽ താൻ കൃതാർത്ഥനാണ്. അവരിൽ നിന്ന് കേട്ട ചരിത്രമാണ് ഇപ്പോൾ
ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചത് എന്നും പറഞ്ഞു തരുന്നു. അപ്പോൾ ബഹുരാശി മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, ശിശുരൂപധാരിയായ സനാതന പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനോടൊപ്പം എന്തൊക്കെ ലീലകളാടി എന്ന് തനിക്ക് പറഞ്ഞു തന്നാലും എന്ന്. പിന്നീട് ആ ലീലകൾ വർണ്ണിക്കുകയാണ്. ഒരു ദിവസം വസുദേവൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഗർഗമുനി സ്വന്തം ശിഷ്യന്മാരോടൊപ്പം നന്ദവനത്തിലെത്തിച്ചേർന്നു. നന്ദൻ മുനിയെ കാൽ കഴുകി പൂജിച്ച് പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞു, തങ്ങളുടെ പിതൃക്കൾ, ദേവത, അഗ്നി എന്നിങ്ങനെ എല്ലാവരും ഇന്ന് സന്തുഷ്ടരായി. അവിടുത്തെ ആ ചരണധൂളിയാൽ തൻ്റെ ഗൃഹം പവിത്രമായി. മഹാമുനെ, അവിടുന്ന് തൻ്റെ കുട്ടികളുടെ നാമകരണം നടത്തിത്തന്നാലും അനേക പുണ്യങ്ങൾ ചെയ്താലും അനേകം തീർത്ഥങ്ങളെ സേവിച്ചാലും അവിടുത്തെ ശുഭാഗമനം ലഭിക്കുകയില്ല എന്നാണ് നന്ദൻ പറഞ്ഞത്. അപ്പോൾ ഗർഗമുനി പറയുകയാണ്, താൻ നിങ്ങളുടെ പുത്രൻ്റെ നാമകരണം നടത്തും, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ചില പൂർവ്വകാല ചരിത്രം പറയാൻ വേണ്ടി ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന്. അതിനുശേഷം ഗർഗമുനി നന്ദയശോദന്മാരെയും ബാലന്മാരെയും കൂട്ടി മറ്റാരുമില്ലാത്ത ഗോശാലയിലേക്ക് പോയി. അവിടെ അദ്ദേഹം കുട്ടികളെ നാമകരണം നടത്തി. ഗണേശാദികളെ പൂജിച്ച് യജ്ഞപൂർവകമായി ഗ്രഹനില പരിശോധിച്ചു നോക്കിയപ്പോൾ ഗർഗമുനി ഹർഷപുളകിതനാവുകയും അവരോട് പറയുകയും ചെയ്തു, ആദ്യം രോഹിണീപുത്രൻ്റെ പേര് പറയുന്നത് കേട്ടോളൂ. യോഗികൾക്ക് രമിക്കാൻ സാധിക്കുന്നതിനാലും സ്വന്തം ഗുണം കൊണ്ട് ഭക്തജനങ്ങളെ രമിപ്പിക്കുന്നതിനാലും ഈ കുട്ടി രാമ എന്ന പേരിനാൽ അറിയപ്പെടുന്നു. യോഗമായയാൽ ഗർഭസംകർഷണം നടന്നതിനാൽ സംകർഷണൻ എന്ന പേരിലും ഈ കുട്ടി അറിയപ്പെടുന്നു. ബ്രഹ്മാണ്ഡം നശിച്ചാലും ബാക്കി വരുന്ന വ്യക്തിയായതിനാൽ ശേഷൻ എന്നും ഈ കുട്ടിക്ക് പേരുണ്ട്. അതീവ ബലവാനായതിനാൽ ബലരാമൻ എന്ന പേരിലും ഈ കുട്ടി അറിയപ്പെടും. ഇനി നന്ദയശോദന്മാരുടെ കുട്ടിയുടെ പേര് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പേര് പറയാണ്. ഈ പേര് എല്ലാ ജീവികളെയും അപ്പോൾ തന്നെ പാവനമാക്കുന്നതും മുഴുവൻ ലോകത്തിനും പരമമംഗളകരമായിട്ടുള്ളതും ആകുന്നു. കമലാകാന്തനെ സൂചിപ്പിക്കുന്നു. ഋ എന്ന അക്ഷരം രാമനെ പ്രതിനിധാനം ചെയ്യുന്നു. ഷ എന്ന അക്ഷരം കൊണ്ട് ഷട്ട് ഐശ്വര്യസമ്പന്നമായ വിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ണ എന്ന അക്ഷരം നരസിംഹത്തെയും അഗ്നി ഭുജിക്കുന്നവനെയും വിസർഗം നരനാരായണനെയുമാണ് പ്രതിനിധാനം ചെയ്യണത്. ഈ 6 ശബ്ദങ്ങളെയും പൂർണ്ണമായി സമ്മിലനം ചെയ്താൽ കൃഷ്ണ എന്ന നാമമാകും. ഇത് പരിപൂർണതമനായ നാമമാണ്. മറ്റ് യുഗങ്ങളായ സത്യം, ത്രേത, കലി എന്നീ യുഗങ്ങളിൽ ഈ കുട്ടി വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നീ വർണ്ണങ്ങൾ സ്വീകരിക്കാറുണ്ടെങ്കിലും ഈ യുഗത്തിൽ, അതായത് ദ്വാപര യുഗത്തിലെ ശ്യാമവർണ്ണത്തിൽ തന്നെ പ്രത്യക്ഷനായിരിക്കുന്നു. ഈ കുട്ടിയെ അതുകൊണ്ട് നന്ദനന്ദനൻ, ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്നു. ഈ കുട്ടിക്ക് വാസുദേവൻ എന്നും പേരുണ്ട്. വസു എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ നാഥൻ മനസ്സ്. മനസ്സിൽ, അതായത് പരമാത്മാവായി സ്ഥിതി ചെയ്തുകൊണ്ട് ചേഷ്ടകൾ നടത്തുന്ന ആളായതുകൊണ്ടാണ് വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃഷഭാനുവിന് കീർത്തിയിലുണ്ടായിരിക്കുന്ന പുത്രിയായ രാധയുടെ പതിയാണ് ഈ കുട്ടി. അതിനാൽ രാധാപതി എന്ന പേരിലും ഈ കുട്ടി അറിയപ്പെടും. സാക്ഷാൽ പരിപൂർണനും അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെയും അധിപതിയും ഗോലോകധാമത്തിൽ വസിക്കുന്നവനുമായ ശ്രീകൃഷ്ണചന്ദ്രനാണ് ഈ കുട്ടി. ഭൂമിയുടെ ഭാരം തീർക്കുക, കംസാദികളെ സംഹരിക്കുക, ഭക്തന്മാരെ രക്ഷിക്കുക എന്നിവയാണ് കൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് ഗർഗമുനി വിവരിച്ച് പറയുകയാണ് ഇവിടെ. ഭരതവംശോദ്ഭവനായ നന്ദ, ഈ കുട്ടിയുടെ പേരുകൾക്ക് അവസാനമില്ല. ഇവയെല്ലാം വൈദിക ഗ്രന്ഥങ്ങളിൽ രഹസ്യരൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓരോ ലീലയ്ക്കും ഓരോ കർമ്മത്തിനും അനുസരണമായിട്ടാണ് ഓരോ പേരുമുള്ളത്. ഈ കുട്ടി ചെയ്യുന്ന അദ്ഭുത കർമ്മങ്ങൾ അനേകങ്ങളാണ്. അവയിലൊന്നിലും തന്നെ ആശ്ചര്യപ്പെടേണ്ടതില്ല.
നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. കാരണം പരിപൂർണതമനും പരാത്പരനുമായ പ്രഭുവിനെയാണ് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പുത്രരൂപത്തിൽ സിദ്ധിച്ചിരിക്കുന്നത് എന്നാണ് ഗർഗ മഹർഷി അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇത്രയും പറഞ്ഞ് ഗർഗമുനി പോയപ്പോൾ അത്യധികം സന്തോഷവാനായ നന്ദഗോപർ യശോദയോടൊപ്പം സ്വയം പൂർണ്ണകാമനും കൃതകൃത്യനുമായി കരുതി. അതിനുശേഷം ജ്ഞാനശിരോമണിയും ജ്ഞാനദാതാവും മുനിശ്രേഷ്ഠനുമായ ശ്രീ ഗർഗമുനി യമുനാതീരത്ത് ശോഭിക്കുന്ന വൃഷഭാനുനന്ദിനിയുടെ ഗൃഹത്തിൽ ചെന്നു. കുട എടുത്തിരുന്നതിനാൽ വേറൊരു ഇന്ദ്രനെപ്പോലെയും ദണ്ഡ് ധരിച്ചിരുന്നതിനാൽ വേറൊരു യമരാജനെപ്പോലെയും സ്വന്തം തേജസ് വ്യാപിച്ചിരുന്നതിനാൽ വേറൊരു സൂര്യനെപ്പോലെയും ഗ്രന്ഥവും മേൽമുണ്ടും ധരിച്ചിരുന്നതിനാൽ വേറൊരു ബ്രഹ്മാവിനെപ്പോലെയും ശുക്ലവസ്ത്രങ്ങൾ ധരിച്ചതിനാൽ വേറൊരു വിഷ്ണുവിനെപ്പോലെയും തോന്നിപ്പിച്ചിരുന്ന ശ്രീ ഗർഗമുനിയെ കണ്ടപ്പോൾ വൃഷഭാനു പെട്ടെന്ന് എഴുന്നേറ്റ് അത്യധികം ആദരവോടെ തലകുനിച്ച് അദ്ദേഹത്തെ പ്രണമിച്ച് കൈകൂപ്പി മുമ്പിൽ നിന്നു. പൂജനോപചാരത്തെപ്പറ്റി അറിഞ്ഞിരുന്ന വൃഷഭാനു മുനിയെ ഒരു മംഗളമയമായ ആസനത്തിലിരുത്തി കാൽ കഴുകി പൂജിച്ചു. പിന്നീട് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് ചോദിച്ചു, സാധുപുരുഷന്മാരുടെ സഞ്ചാരം ശാന്തിമയമാണ്. കാരണം അത് ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർക്ക് പരമശാന്തി പ്രദാനം ചെയ്യും. മനുഷ്യരുടെ ആന്തരികമായ ഇരുട്ട് മഹാത്മാക്കൾക്ക് മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ. അത് സൂര്യന് സാധിക്കില്ല. ഭഗവാൻ, അവിടുത്തെ ദർശനം കിട്ടിയിട്ട് ഞങ്ങൾ ഗോപന്മാർ എല്ലാവരും പവിത്രരായി. ഭൂമിയിൽ അങ്ങേപ്പോലുള്ള സാധുപുരുഷന്മാർ തീർത്ഥസ്ഥാനങ്ങളെപ്പോലും പവിത്രമാക്കി തീർക്കുന്നു. തനിക്ക് ഒരു കന്യക ഉണ്ടായിട്ടുണ്ട്. അവളുടെ പേര് രാധിക എന്നാണ്. ആരുമായിട്ടാണ് ഇവളുടെ ശുഭവിവാഹം നടക്കുക എന്ന് അവിടുന്ന് ദയവായിട്ട് തനിക്ക് പറഞ്ഞു തന്നാലും എന്ന് വൃഷഭാനു ചോദിച്ചു. സൂര്യനെപ്പോലെ അങ്ങ് 3 ലോകത്തിലും വിചരിക്കുന്നു. അങ്ങേക്ക് ദിവ്യ ദർശനവുമുണ്ട്. അനുരൂപനായ ഒരു വരനെ കിട്ടിയാൽ താൻ ആ കൈകളിൽ തൻ്റെ കന്യയെ ഏൽപ്പിക്കും. അതിനുശേഷം ഗർഗമുനി വൃഷഭാനുവിൻ്റെ കൈപിടിച്ച് യമുനാതീരത്തേക്ക് പോയി. അവിടെ ഒരു വിജനവും അത്യന്ത സുന്ദരവും എപ്പോഴും യമുനയിലെ തിരമാലകളാൽ വെള്ളത്തുള്ളികൾ തെറിച്ചു വീഴുന്നതുമായ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഗർഗമുനി വൃഷഭാനുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒരു രഹസ്യമുണ്ട്. അത് നിങ്ങൾ ആരോടും പറയരുത്. ആർക്കതീതനായി, അതായത് എല്ലാറ്റിനും അപ്പുറത്തായി വേറെ ആരും തന്നെ ഇല്ലയോ, ആരാണോ വൈകുണ്ഠത്തിലെ ഗോലോകധാമത്തിൽ വസിക്കുന്നത്, അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപതിയായിട്ടുള്ളവനും പരാത്പരനും സാക്ഷാത് പരിപൂർണതമനുമായ ശ്രീകൃഷ്ണ ഭഗവാനാണ് നന്ദൻ്റെ വീട്ടിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. നന്ദൻ്റെ ഭാഗ്യം അത്ഭുതകരവും അവർണ്ണനീയവുമാണ്. ഇപ്പോൾ അവിടുന്ന് തനിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിൻ്റെ പൂർണ്ണ കാരണം പറഞ്ഞു തന്നാലും എന്ന് വൃഷഭാനു ചോദിക്കുകയാണ്. അപ്പോൾ ഗർഗമഹർഷി പറഞ്ഞു കൊടുക്കണു, ഭൂമിയുടെ ഭാരം തീർക്കാനും കംസൻ മുതലായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും വേണ്ടി ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതീർണനായിരിക്കുകയാണ്. അതേ പ്രഭു ശ്രീകൃഷ്ണൻ്റെ മുഖ്യരാജ്ഞിയും ഗോലോകധാമത്തിൽ വസിക്കുന്നവളുമായ ശ്രീരാധികയാണ് നിങ്ങളുടെ പുത്രി രൂപത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പരാത്പരയെ അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ വൃഷഭാനുവിൻ്റെ മനസ്സിൽ അത്യധികം ആനന്ദമുണ്ടാവുകയും അദ്ദേഹം വളരെയധികം വിസ്മയചിത്തനാവുകയും ചെയ്തു. അദ്ദേഹം കലാവതിയെ, അതായത് കീർത്തിയെ വിളിച്ച് കാര്യം ചർച്ച ചെയ്തു. ശ്രീ രാധാകൃഷ്ണൻ്റെ പ്രഭാവം മനസ്സിലാക്കി ഗോപവരനായ വൃഷഭാനു ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വീണ്ടും ഗർഗമുനിയോട് പറഞ്ഞു, അതേ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ ഞാൻ എൻ്റെ കമല നയനിയായ കന്യയെ സമർപ്പിക്കും. അവിടുന്ന് തനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നതിനാൽ അങ്ങ് തന്നെ ഈ വിവാഹം നടത്തിത്തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ശ്രീരാധായുടെയും ശ്രീകൃഷ്ണൻ്റെയും പാണിഗ്രഹണം ഞാനല്ല നടത്തേണ്ടത്. യമുനാ തടത്തിൽ ഭാണ്ഡീരവനത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടക്കും. വൃന്ദാവനത്തിനടുത്ത് ജനശൂന്യവും അതീവ സുന്ദരവുമായ സ്ഥലത്ത് വെച്ച് ബ്രഹ്മാവ് തന്നെ നേരിട്ട് വന്ന് ഇവരുടെ വിവാഹം നടത്തും എന്ന് ഗർഗമുനി അവരെ അറിയിച്ചു. ഈ രാധയെ ശ്രീകൃഷ്ണൻ്റെ വല്ലഭയായി കരുതൂ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് നിങ്ങളാണ്. അതുപോലെ സകല ലോകങ്ങളിലും ശ്രേഷ്ഠമായത് ഗോലോകധാമമാണ്.
മുഴുവൻ ഗോപന്മാരും ഗോലോകധാമത്തിൽ നിന്നാണ് ഈ ഭൂമണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ രാധികയുടെ സഖിമാരായിരിക്കുന്ന ഗോപികമാർ മുഴുവനും രാധികയുടെ ആജ്ഞാനുസരണം ഭൂമിയിൽ വന്നിരിക്കുന്നവരാണ്. വലിയ വലിയ യജ്ഞങ്ങൾ ചെയ്താലും ദേവന്മാർക്ക് പോലും ആരുടെ ദർശനം ലഭ്യമാകുകയില്ലയോ, ആ മൂർത്തിമതി രാധികയാണ് നിങ്ങളുടെ വീട്ടിൽ വിരാജിച്ചുകൊണ്ട് ഏവർക്കും ദർശനം നൽകുന്നത്. ശ്രീ രാധികയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഈ പ്രശംസനീയമായ പ്രഭാവം കേട്ടിട്ട് ശ്രീ വൃഷഭാനുവും കീർത്തിയും അത്യന്തം വിസ്മിതരാവുകയും ആനന്ദത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഗർഗമുനിയെ നമസ്കരിച്ച് പറയുകയും ചെയ്തു. രാധാ ശബ്ദത്തിൻ്റെ താത്വികമായ വ്യാഖ്യാനം അരുളി ചെയ്താലും ഈ ഭൂതലത്തിൽ മനസ്സിൻ്റെ സംശയം മാറ്റുന്നതിൽ അങ്ങേക്ക് തുല്യനായി വേറെ ആരുമില്ല എന്ന്. അപ്പോൾ ഗർഗമുനി പറയാണ്, ഒരിക്കൽ താൻ ഗന്ധമാദന പർവ്വതത്തിൽ പോയി. കൂട്ടത്തിൽ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഭഗവാൻ നാരായണൻ്റെ ശ്രീമുഖത്തു നിന്ന് താൻ സാമവേദത്തിൻ്റെ ഈ സാരാംശം കേട്ടു. രകാരം രമയെയും, ആകാരം ഗോപികമാരെയും, ധകാരം ധരയെയും, ആകാരം വിരജാനദിയെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമോത്കൃഷ്ടമായ തേജസ് 4 വിധമുണ്ട്. ലീല, ഭൂ, ശ്രീ, വിരജ എന്നീ 4 പത്നിമാർ. ഇവരെല്ലാം കുഞ്ചഭവനത്തിൽ വെച്ച് ശ്രീരാധികയിൽ അലിഞ്ഞു ചേർന്നു. അതിനാൽ അറിവുള്ളവർ ശ്രീരാധികയെ പരിപൂർണതമയായി കരുതുന്നു. ആരാണോ എപ്പോഴും രാധാകൃഷ്ണനാമം ജപിക്കുന്നത് അവർക്ക് 4 പദാർത്ഥങ്ങൾ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ മാത്രമല്ല സാക്ഷാൽ ഭഗവാൻ തന്നെ സുലഭമായി തീരുന്നു എന്നാണ് ഗർഗഭാഗവതം പറഞ്ഞു തരുന്നത്. ജയ് ശ്രീ രാധേ 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 ശ്യാം. ആ സമയത്ത് ശ്രീ വൃഷഭാനു പത്നിയോടൊപ്പം അത്യധികം ആശ്ചര്യപ്പെട്ടു. അതിന് യാതൊരു അതിരും ഉണ്ടായിരുന്നില്ല. ശ്രീ രാധാകൃഷ്ണൻ്റെ ദിവ്യപ്രഭാവം അറിഞ്ഞിട്ട് അവർ ആനന്ദത്തിൻ്റെ മൂർത്തി ഭാവത്തിലെത്തി. ശ്രീ വൃഷഭാനു ജ്ഞാനശിരോമണിയായ ശ്രീ ഗർഗമുനിയെ പൂജിച്ചു. അതിനുശേഷം ഗർഗമുനി സ്വന്തം വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി. ജയ് ശ്രീ രാധേ 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 ശ്യാം. ഈ അധ്യായം എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എല്ലാം ആ രാധാകൃപാ കടാക്ഷം എന്ന് മാത്രം പറയുകയാണ്. ഗുരുനാഥന്മാരുടെയും കൃപാ കടാക്ഷം. എന്തായാലും രാധ പരിപൂർണതമയായ രാധാകൃഷ്ണന്മാരുടെ കഥകൾ ഒന്നും അറിയില്ലെങ്കിലും അറിയുന്ന പോലെ ഓരോരുത്തർക്കും സമർപ്പിക്കാൻ കിട്ടിയ ഈ നിയോഗം അത് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും ആ പ്രപഞ്ചശക്തിയായ രാധാകൃഷ്ണന്മാരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പാദാരവിന്ദങ്ങൾ സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും രാധാകൃപ കടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ. ആ രാധാകൃഷ്ണ സാമീപ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.